സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി എം.ടി. രമേശ് നടത്തിയ സത്യാഗ്രഹ സമരം ജനകീയമായി. കുമ്മനം രാജശേഖരൻ സമരം ഉദ്ഘാടനം ചെയ്തു. സിദ്ധാർത്ഥിന്റെ കൊലപാതകം CBIക്ക് വിടാനുള്ള തീരുമാനം സർക്കാരിന് വൈകി ഉദിച്ച ബോധമാണെന്നും SFI ലക്ഷണമൊത്ത ഭീകര സംഘടനയാണെന്നും എം.ടി. രമേശ് ആരോപിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കോഴിക്കോട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി എം.ടി. രമേശിന്റെ സത്യാഗ്രഹ സമരം. നീതിബോധവും മനുഷ്യത്വവും ഇല്ലാത്തവരാണ് സർവകലാശാലയിലെ അധ്യാപകരെന്നും ക്യാമ്പസുകളിലെ പാർട്ടികൾക്ക് വിധേയരായി അധ്യാപകർ പ്രവർത്തിക്കുന്നതായും സമരം ഉദ്ഘാടനം ചെയ്ത കുമ്മനം രാജശേഖരൻ പറഞ്ഞു. അവർക്ക് ധർമ്മം നീതി എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനമനുസരിച്ച് അവരുടെ തീട്ടൂരമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ആ അധ്യാപകർക്കൊന്നും നീതിബോധമില്ലാത്തവരാണ്, മനുഷ്യത്വമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് പൂക്കോട് ആ വെറ്റിനറി കോളേജിലെ ഒരു അധ്യാപകൻ പോലും ഈ നീതികേടിനെതിരെ ഇന്നേ വരെ ശബ്ദിച്ചിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങി വന്ന് പറയാമായിരുന്നു. അഭിമന്യു കേസിൽ രേഖകൾ കാണാതായ സംഭവത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു? സ്വന്തം മകളുടെ കാര്യം വരുമ്പോൾ 1000 നാവാണെന്നും കുമ്മനം രാജശേഖരൻ കൂട്ടിച്ചേർത്തു. അതേസമയം സിദ്ധാർത്ഥിന്റെ കൊലപാതകം CBIക്ക് വിടാനുള്ള തീരുമാനം സർക്കാരിന് വൈകിയുദിച്ച ബോധ്യമാണെന്നും SFI ലക്ഷണമൊത്ത ഭീകര സംഘടനയാണെന്നും M.T. രമേശ് ആരോപിച്ചു. ആ കോളേജിലെ നടക്കുന്ന എല്ലാ സാമൂഹിക വിരുദ്ധ പ്രവർത്തനത്തിന്റെയും പുറകിൽ CPM നേതാക്കന്മാർക്ക് പങ്കുണ്ട്. ഇതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തെ ഭയപ്പെടുന്നത്, CBI അന്വേഷണത്തെ ഭയപ്പെടുന്നത് അതുകൊണ്ടൊക്കെയാണ്. ഇത് കേവലം ആൾക്കൂട്ട മർദ്ദനത്തിന്റെ വിഷയം മാത്രമല്ല. ഒരു കോളേജ് ക്യാമ്പസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന രാജ്യദ്രോഹ പ്രവർത്തനം, ദേശവിരുദ്ധ പ്രവർത്തനം, സാമൂഹിക വിരുദ്ധ പ്രവർത്തനം ഇതുണ്ടാകും. നിരവധി പ്രവർത്തകരാണ് കോഴിക്കോട് നടന്ന സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കാനെത്തിയത്. സിദ്ധാർത്ഥിന്റെ കുടുംബത്തോടൊപ്പം എന്നും BJP പ്രവർത്തകരുണ്ടാകുമെന്നും M.T. രമേശ് കൂട്ടിച്ചേർത്തു. ജനം, കോഴിക്കോട്.